ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 കാശ്മീരി ചില്ലി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പീസാക്കി ഒരു 10-15ഓളം അണ്ടിപ്പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾ ഓപ്ഷനാണ്, ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തവ നന്നായി ചൂടായ ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസസ് ആയിട്ട്. ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാന് നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ശേഷം ഇതിലേക്ക് 2 ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡ് കളറാവുന്നത് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഗോൾഡ് കളറാവുന്നതിന് മുമ്പേ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന തിരക്കിലായി പോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഗോൾഡ് കളറായ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഫസ്റ്റ് നമ്മൾ അരക്കാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ മസാല എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ തക്കാളിയുടെയൊക്കെ ആ പേസ്റ്റില്ലേ, അത് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് അതുകൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്